വീണ്ടും സാമൂഹിക മാധ്യമമായ ഫേസ്ബുക്കിലൂടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം തുടരുവാൻ ദൈവം അനുവദിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെന്ന വ്യക്തിയും അവന്റെ പ്രവൃത്തികളും എന്ന വിഷയത്തെക്കുറിച്ച് 2 ക്ലാസ്സുകൾ എടുപ്പാൻ ദൈവം സഹായിച്ചു. ഈ സന്ധ്യയോടടുത്ത സമയത്ത് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ തെളിയിക്കുന്നതിന് അതിന്റെ 6ാമത്തെ കാരണമായ പരിശുദ്ധാത്മാവിന് നാം നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ ഒരു മനുഷ്യൻ എന്ന പോലെ മനുഷ്യനെ ബാധിക്കുന്നത് പോലെ പേഴ്സണൽ ട്രീറ്റ്മെന്റ്സ് അഫക്ട് ഹിം ആസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ മനോഭാവം ഒരു വ്യക്തിക്കുണ്ടാകുന്നത് പോലെ അവനുണ്ടാകുന്നു. വികാരവിധേയമാകുന്ന അഥവാ സംവേദകത്വമുള്ള capable of being affected. എനിക്ക് ദുഃഖമുണ്ടാകും, അതെന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. വേദനയുണ്ടാകും, അതെന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടും നാം കാണിക്കുന്ന മനോഭാവം അവനെ ബാധിക്കും. അതിൽ 1ാമത്തെ കാര്യമാണ് he can be tempted. അവനെ പരീക്ഷിപ്പാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? അപ്പം അനന്യാസിന്റെയും സഫീറയുടെയും ചരിത്രമാണ് പ്രതിപാദ്യ വിഷയം. അവിടെ കർത്താവിന്റെ ആത്മാവിനെതിരെ പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കുവാൻ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിനെ പരീക്ഷിപ്പാൻ കഴിയും. അതാണ് അവിടെ സംഭവിച്ചത്. നമ്മെ പരീക്ഷിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിനെയും പരീക്ഷിക്കുവാൻ ഇടയാണ്. അവനെ പരീക്ഷിക്കുവാൻ പാടില്ല. അവ ദൈവ നിന്ദയായി കണക്കാക്കാം. We are not called to tempt the Holy Spirit. അവനെ പരീക്ഷിപ്പാൻ പാടില്ല. അവന്റെ അസ്തിത്വത്തെക്കുറിച്ചും അവന്റെ പ്രഭയെക്കുറിച്ചും അവന്റെ ദൈവത്വത്തെക്കുറിച്ചും ബോധമില്ലാത്തത് കൊണ്ടാണ് നാം അവനെ പരീക്ഷിക്കുന്നത്. അനന്യാസും സഫീറയും അങ്ങനെ സംഭവിച്ചത്. അവർ അവന്റെ പ്രവൃത്തിയെക്കുറിച്ച് അജ്ഞരായിരുന്നിരിക്കാം. അവർക്കുള്ള വസ്തു വിറ്റ് ധനത്തിന്റെ ഒരു ഭാഗം എടുത്തു വെക്കുവാൻ, രഹസ്യമായി സൂക്ഷിക്കുവാൻ അവർ താല്പര്യപ്പെട്ടപ്പോൾ അവർ ധരിച്ചത് ദൈവം അത് അറിയയില്ല എന്നായിരിക്കാം, പരിശുദ്ധാത്മാവ് അത് ഗ്രഹിക്കുകയില്ല എന്നായിരിക്കും. പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കുവാൻ കഴിയും. 1. 2, he can be lied to. അവനോട് വ്യാജം പറയുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 5:3 തന്നെ. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ കൈവശമാക്കിയത് എന്ത്? അനന്യാസ് വ്യാജം കാണിച്ചു പരിശുദ്ധാത്മാവിന്. അദ്ദേഹത്തിന്റെ വസ്തു വിറ്റതിൽ നിന്ന് ഒരംശമാണ് താൻ എടുത്തു വെച്ചത്. ഒരുപക്ഷെ അദ്ദേഹം ഭാവിയെക്കുറിച്ച് കരുതിക്കൊണ്ടായിരിക്കാം. എല്ലാം കൊടുത്താൽ നാളെ ഒന്നുമില്ലാതാകുമല്ലോ എന്നുള്ള ധാരണയിലാകാം. അവരുടെ വസ്തു, അവരുടെ കൈവശമുണ്ടായിരുന്ന വസ്തു വിറ്റതിൽ നിന്നാണ് എടുത്തു വച്ചത്. എന്നാൽ ഇന്നത്തെ കാലത്തോ കർത്താവിന്റെ നാമത്തിൽ വ്യാജങ്ങൾ പ്രചരിപ്പിച്ചും അപവാദങ്ങൾ പറഞ്ഞു ദൈവവചന വിരുദ്ധമായ
ഉപദേശങ്ങൾ കൊടുത്തും കർണരസമാർ മനുഷ്യനെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ, വികാരങ്ങളെ ഇളക്കുന്ന രീതിയിൽ ദൈവവചനത്തെ കൊട്ടിക്കളഞ്ഞിട്ട അനീതിയുടെ മാർഗത്തിൽ ധനം സമ്പാദിക്കുന്നവർ ആരും അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിക്കുകയാണോ എന്ന് ധരിക്കുന്നില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഡീപ് കൺവിക്ഷൻ ഇല്ല. ദൈവവചനത്തിന്റെ ഉപദേശത്തെ കുറിച്ച് ഒരു ഡീപ് കൺവിക്ഷൻ ഇല്ല. ശരിയായ തെറ്റാണെന്നുള്ള ബോധമില്ല. നമുക്ക് തീർച്ചും തെറ്റാണെന്നൊരു ബോധമില്ലാത്ത ഒരു വസ്തു നാം ചെയ്താൽ നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുകയില്ല. അപ്പോൾ മനസാക്ഷിയിൽ കൺവിക്ഷൻ കുറവാണ്. ദൈവമക്കളെ, ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കട്ടെ. ദൈവിക പരിജ്ഞാനത്തിൽ സമ്പന്നരായി, ദൈവ വിഷയങ്ങളിൽ സമ്പന്നരായി നമുക്ക് ഡീപ്പർ കൺവിക്ഷൻ ഉണ്ടാകണം. അതനുസരിച്ച് നമ്മുടെ മനസാക്ഷി രൂപപ്പെടണം. അപ്പോൾ വ്യാജം കാണിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കും. അതൊരു സംഭവം. ദൈവവചന വിരുദ്ധമായ ഒരു കാര്യം ചെയ്യുമ്പോൾ മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ ആ വസ്തുതയെ നമ്മൾ ഹൃദയംഗമായി തെറ്റാണെന്ന് കരുതുന്നില്ല, വിശ്വസിക്കുന്നില്ല. അതാണ് അതിന്റെ പ്രധാന കാരണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, അവനെതിരെ വ്യാജം പറയുവാൻ കഴിയും. എഫേസ്യ ലേഖനം 4:30 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാനല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. യെശയ്യാ 63:10. എന്നാൽ അവർ മത്സരിച്ചു, അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് ജീവിക്കേണ്ടിയിരുന്ന ദൈവജനം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് ദൈവം അവർക്ക് ശത്രുവായി തീർന്നു. ഭയാനകമായ ഒരു കാര്യമാണത്. When God is against you, ദൈവം നിങ്ങൾക്ക് ശത്രുവാകുമ്പോൾ വേറെ ഒരു മിത്രം നിങ്ങൾക്കുണ്ടായാലും യാതൊരു പ്രയോജനവുമില്ല. There is no benefit at all. When God turn against you, when he become your enemy, even if the great powerful man in this world is the president of America. അമേരിക്കയിലെ പ്രസിഡന്റ് ആണ്, ലോകത്തിലെ വളരെ അധികാരമുള്ള പവറുള്ള വ്യക്തി. അദ്ദേഹം അനുകൂലമായിരുന്നാലും പ്രയോജനമൊന്നുമില്ല. ബിക്കോസ് ഗാഡ് ഈസ് അഗൻസ്റ്റ് യു. അപ്പൊ ദൈവം നിങ്ങൾക്കെതിരായത് ഇവിടെ ഇസ്രായേൽ ജനത്തിന് പറ്റിയതാണ്. ദൈവം അനുകൂലമായിരിക്കും. You don't need to worry about anything. ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, വ്യാകുലപ്പെടേണ്ട. God is with you. ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ കരം പിടിക്കും, നടത്തും. പക്ഷെ ദൈവം എതിരാകും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇവിടെ പൗലോസ് പറയുന്നത് അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി നിങ്ങളെ മുദ്രയിട്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ വീണ്ടുകൊള്ളാമെന്ന ആത്യന്തികമായ വീണ്ടെടുപ്പ് നിങ്ങൾക്ക് ദൈവം തന്നെ ഒരുക്കി തരുമെന്ന് വാഗ്ദാനം നൽകി പരിശുദ്ധാത്മാവിനെ മുദ്രയായി നൽകിയിരിക്കുക. അവനെ ദുഃഖിപ്പിക്കരുത്. അവന്റെ വഴികളിൽ നടക്കണം, ആത്മാവിനനുസരിച്ച് നടക്കണം. അജ്ഞതയാകാം ചിലപ്പോൾ ആത്മാവിനനുസരിച്ച് നടക്കാൻ കഴിയാത്തത്. ചിലപ്പോൾ നമ്മുടെ പാരമ്പര്യമായിരിക്കും നമ്മെ ആത്മാവിനനുസരിച്ച് നടത്താൻ കഴിയാത്തത്. ആത്മാവിന്റെ പേരിൽ നാം പലതും പഠിച്ചു വച്ചിട്ടുണ്ട്. ആ പ്രകടനങ്ങൾ ഉണ്ടായാൽ നമ്മൾ ആത്മീയരാണെന്ന് പൊതുവെ ഒരു ധാരണയും, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിൽ
അന്യഭാഷ എന്ന പേരിൽ കുറെ വാക്കുകൾ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് ഫ്ലാറ്റ്ലി ദൈവവചനത്തെ കോട്ടിക്കളയുന്നവരെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. വായിച്ച വേദഭാഗത്തിന് ഇവരുദ്ദേശിക്കുന്ന ഒരർത്ഥവുമില്ല. പ്രത്യേകിച്ച് ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് നിങ്ങളത് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒരാൾക്ക് എഴുതിയ ഒരു ലേഖനം, ഒരു എഴുത്ത് മറ്റൊരാൾ വായിച്ചിട്ട് അതിന് ഏതെങ്കിലുമൊക്കെ അർത്ഥം കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? വളരെ താഴ്മയോട് ബഹുമാനത്തോടെ ദൈവവചനത്തെ കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് വചനത്തെ കോട്ടിക്കളയുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ നാം ദുഃഖിപ്പിക്കുന്നു. അത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അടുത്ത കാരണമാണ് അവന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഹി ക്യാൻ ബി റെസിസ്റ്റഡ്. 7 അപ്പോസ്തലപ്രവൃത്തി 7:51. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കുന്നു. പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കുന്ന ഒരു സമൂഹം ഇസ്രായേൽ ജനത്തെ അഡ്രസ് ചെയ്യുക. ദൈവത്തിന്റെ ജനമെന്ന് അറിയപ്പെട്ടിരുന്നവർ, ജാതികൾ അല്ല എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ, അബ്രഹാമിന്റെ മക്കൾ എന്ന് അവകാശപ്പെടുന്നവർ, മല്ലിക്കും കൊത്തമ്പാലിനും എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ, ജാതികളിൽ നിന്ന് ദൂരം പാലിച്ച് ജീവിക്കുന്നവർ, അവരെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ ദൈവദാസൻ വിളിച്ചു പറയാം, ശാഠ്യക്കാര്, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ ഒട്ടും വ്യത്യാസമില്ല. യഥാ പിതാ തഥാ പുത്രൻ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കുന്നു. ദൈവവചനം വായിച്ച് പഠിച്ചിട്ടും ദൈവവചനത്തിന്റെ ശക്തി വേദപുസ്തകത്തിലുണ്ട്. അത് ഹൃദയങ്ങളെയും സന്ധി മജ്ജകളെയും ഒക്കെ തുളച്ച് കയറും എന്ന്. ഇത് നിരന്തരമായി വേദപുസ്തകം വായിക്കുന്നവർ 1 വർഷം കൊണ്ട് വേദപുസ്തകം വായിച്ചു തീർക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നില്ല. എന്താ കാരണം? ഒരിക്കലൊരു സംഭവം ഉണ്ടായി, ഞാൻ പറയാം. 55 പ്രാവശ്യം ദൈവവചനം വായിച്ച് എന്ന് അവകാശപ്പെട്ട ഒരാൾ എന്റെ സമക്ഷത്തിലാണ്. ദുഷ്ടൻ പന പോലെ തഴയ്ക്കും എന്ന് വേദപുസ്തകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓർത്തഡോക്സുകാരനായ വ്യക്തിയോട് പന്തയം കെട്ടി 55 പ്രാവശ്യം തിരുവചനം വായിച്ചു എന്ന് പറയും. ജീവിതം പച്ചനാണ് അദ്ദേഹം. അധാർമികമായ പൊതുവെ പാപമെന്ന് കരുതുന്ന അധാർമികതയൊന്നും തന്റെ ജീവിതത്തിൽ ഇല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞേ? ദുഷ്ടൻ പന പോലെ തഴയ്ക്കും എന്ന് വേദപുസ്തകത്തിലുണ്ട്. ഇത് നമ്മുടെ ഒരു പോരായ്മയാണ്. ദൈവത്തിന്റെ വചനം നാം പഠിക്കുന്നില്ല. പഠിക്കേണ്ട വിധം അത് പഠിച്ച് ഹൃദയസ്ഥമാക്കുന്നില്ല. ദൈവിക പരിജ്ഞാനത്തിൽ നാം അജ്ഞതയുള്ളവരാണ്. അതുകൊണ്ട് നാം ഏത് വിഷയത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ അതിന് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തണമെന്ന നിശ്ചയം ആർക്കുമില്ല. അപ്പം അവരുടെ വീക്ഷണത്തിൽ അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെ ഈ ലോകവും ഈ ലോകത്തിലെ വസ്തുവകകളുമാണ്. അതൊന്നും വേണ്ടെന്നല്ല. അവന്റെ ആജ്ഞകളെ ഉൾക്കൊള്ളാതെ, അവന്റെ വചനത്തെ ശ്രദ്ധിക്കാതെ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ
ദൈവവചനത്തെ പുറകിലെറിഞ്ഞ് അവന്റെ ആലോചനകളോട് മറുത്തു നിൽക്കുന്നവർ. അപ്പൊ ഞാൻ ദൈവത്തിന്റെ ആലോചനയ്ക്കെതിരെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ ശബ്ദം കേട്ടില്ല എന്നർത്ഥത്തിലല്ല പറയുന്നത്. വ്യാജം പ്രവചിക്കുന്ന ധാരാളം പേരുണ്ട്. ഒരാൾ പറഞ്ഞു പ്രസംഗം, എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അയച്ചിരിക്കുന്നത്. അല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതെല്ലാം പരിശോധിക്കപ്പെടാതെ സ്വീകരിക്കണം എന്നർത്ഥമില്ല. മനസ്സിലായോ? അപ്പൊ പരിശുദ്ധാത്മാവ് അയച്ചു എന്ന് പറയുന്നയാള് നമ്മുടെ സഭയിൽ പ്രസംഗിച്ചാലും അവൻ പ്രസംഗിക്കുന്നത് ദൈവവചനമാണോ എന്ന് പരിശോധിക്കുവാനുള്ള ഉത്തരവാദിത്വം വിശ്വാസികൾക്ക്. പരിശുദ്ധാത്മാവനെ അയച്ചു, പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന വ്യാജം പറഞ്ഞ് നമ്മെ ദുഷ്ടതയിലേക്കും പാപത്തിലേക്കും ദൈവവചനത്തിന് വിരുദ്ധമായും പ്രവർത്തിപ്പാൻ നമ്മെ അവർ വലിച്ചു കൊണ്ടുപോകാൻ സാധ്യതയും. ഈ കൾട്ടുകൾ പലതും അവകാശപ്പെടുന്നത് അവർക്ക് എക്സ്ട്രാ ബിബ്ലിക്കൽ റെവലേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന്. എന്റെ യൗവന കാലത്ത് കേരളത്തിലെ പ്രസിദ്ധനായ ഒരു വ്യക്തിയുമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഹാഫ് കൈ ഷർട്ട് ഇടുന്നതും ഫുൾ കൈ ഷർട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്നതും പാപമാണ്. ഉപദേശിമാർ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവത്തിന്റെ വചനത്തിൽ ഉപദേശമാണോ അത്? അദ്ദേഹം അവകാശപ്പെട്ടത് ദൈവാത്മാവ് തനിക്ക് കാട്ടിക്കൊടുത്തതാണെന്ന്. എക്സ്ട്രാ ബിബ്ലിക്കൽ റെവലേഷൻ ഉപദേശമാക്കുന്നു. അദ്ദേഹത്തിന്റെ സഭയിൽ ഹാഫ് കൈ ഷർട്ട് ഇടാൻ പറ്റില്ല, ഫുൾ കൈ മടക്കി വെക്കാൻ പാടില്ല. ഷർട്ടിന്റെ ഒരു ഉപദേശം ആ സഭയിൽ ഉണ്ടായി. ദൈവവചനം വിശ്വാസികൾ പരിശോധിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി ദൈവത്തിന്റെ ആത്മാവിന്റെ വചനമാണ് ദൈവവചനം, അതിന് വിരുദ്ധമായി അപ്പൊ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും പരിശുദ്ധാത്മാവിനെ. ഒരിക്കൽ ഞാനൊരു ബ്രദറൻ ഉപദേഷ്ടാവിനോട് സംസാരിക്കും. അദ്ദേഹം പ്രസംഗത്തിൽ ഓൾമോസ്റ്റ് പെന്തക്കോസ്റ്റൽ രക്ഷാ ഉപദേശമാണ് പ്രസംഗിച്ചത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദറൻ സഭയുടെ രക്ഷാശാസ്ത്രത്തിന് മാറ്റമുണ്ടായോ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച്, ഉപദേശം അനുസരിച്ച് വിശ്വാസം ദാനമാണ്, കൃപയും ദാനമാണ്. രക്ഷിക്കപ്പെട്ടവന്, ദൈവം രക്ഷിക്കപ്പെടേണ്ടവന് മുൻ നിയമിച്ചവന് കൃപയും വിശ്വാസം കൊടുത്ത് രക്ഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വിശ്വാസത്താല രക്ഷ, അതിനെ റെസിസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. വചനം പഠിപ്പിക്കുന്നു, റെസിസ്റ്റ് ചെയ്യാൻ കഴിയും, അവന്റെ ആലോചനയെ തിരസ്കരിക്കാൻ കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. പ്രവാചകന്മാർ നിരന്തരമായി ഇസ്രായേലോട് സംസാരിച്ചിട്ടും അവൾ മനം തിരിഞ്ഞില്ല, മാനസാന്തരപ്പെട്ടില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ തിരസ്കരിക്കുവാൻ, റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. ഇനിയും അവന്റെ വ്യക്തി എന്ന നിലയിൽ ഹി ഈസ് സസ്പെക്ടബിൾ ഓഫ് പേഴ്സണൽ ട്രീറ്റ്മെന്റ്. അതിന്റെ മറ്റൊരു കാരണമാണ് ഹി ക്യാൻ ബി ഇൻസൾട്ടഡ്. അവനെ അധിക്ഷേപിക്കാൻ കഴിയും. എബ്രായലേഖനം 10:29 ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. അപ്പൊ പരിശുദ്ധാത്മാവിനെ ഇൻസൾട്ട് ചെയ്യാം. ദൈവത്തിനോട് പഠിപ്പിക്കുന്നത് ദൈവപുത്രനെ ചവിട്ടിക്കളയാം.
ദൈവത്തിന്റെ ദാസനെ പൗലോസിനോട് ഒരു ലേഖനത്തിൽ സഭയെ വന്ദനം ചെയ്ത ഒരു വ്യക്തി ചില നാളുകൾ കഴിഞ്ഞ് പൗലോസ് മറ്റൊരു ലേഖനം എഴുതുമ്പോൾ അവനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ ലോകത്തെ സ്നേഹിച്ച് തന്നെ വിട്ടുപോയി എന്ന്. നമ്മെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ രക്തം തളിച്ച് ദൈവിക ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്ന ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞാൽ ദൈവശിക്ഷ ഏൽക്കുവാൻ അവർ ദൈവശിക്ഷയ്ക്ക് പാത്രീഭൂതരാണ്, ഞങ്ങളത് അനുസരിച്ചു കൊള്ളാമെന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്തവരുടെ മേലാണ് നിയമരക്തം തളിച്ചത്. അവർ ആ ദൈവത്തെ തള്ളിക്കളഞ്ഞു. പിന്നെന്ത്? കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. ഇൻസൾട്ടിങ് ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ്. എങ്ങനെയാ ചെയ്യുന്നത്? അവന്റെ പ്രവൃത്തികളെ അംഗീകരിക്കാതിരിക്കും. You can insult a person when you do not honor him. ആദരിക്കേണ്ടവനെ ആദരിക്കാതിരുന്നാൽ നമ്മൾ അവനെ ഇൻസൾട്ട് ചെയ്യുക. ഇൻസൾട്ട് ചെയ്യാൻ കഴിയും. ഇപ്പൊ ദൈവത്തിന്റെ ജനങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസാരാംശം വഹിക്കുന്ന വ്യക്തിയാകയാൽ ദൈവത്തിന് കൊടുക്കേണ്ട സകല ബഹുമാനവും കൊടുത്തുകൊണ്ട് വേണം അവനെയും അവന്റെ വചനത്തെയും കൈകാര്യം ചെയ്യുവാൻ. അവനെ നിന്ദിക്കരുത്. ഇനി അവന്റെ പേരിൽ വ്യാജം പറയുമ്പോൾ യാതൊരു കോഴയുമില്ലാതെ അവന്റെ പേരിൽ വ്യാജം പറയുന്നവർ ധാരാളം. അവനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ വ്യക്തിയുടെ ദൈവത്വത്തെ അംഗീകരിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ അധികാരികളുണ്ട്, അവരെ ആരുടെയും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇംപേഴ്സണേറ്റ് ചെയ്യത്തില്ല. ചെയ്യുന്നവരുണ്ട്, അവർ വ്യാജന്മാരാണ്. പിടിക്കപ്പെട്ടാൽ അവർ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെതിരെ അവർ എന്ത് ചെയ്യുന്നു? അവനെ നിന്ദിക്കുന്നു. അപ്പൊ അത് ഒരു പ്രൊഫഷണൽ ട്രീറ്റ്മെന്റ് ആണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ അത് വ്യക്തിത്വത്തിന്റെ സവിശേഷതയാണ്. അവൻ ഒരു ശക്തിയോ ഒരു ഇൻഫ്ലുവൻസോ ഒന്നുമല്ല. He's not just a power, he's not just a force, he's not just not an influence. അവൻ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവാകുന്ന ദൈവത്തിന് അവനിൽ മറ്റൊരാത്മാവില്ല. God is simple, pure spirit, cannot be divided. അതാണ് ദൈവത്തിന്റെ നേച്ചർ. ആ നേച്ചറിൽ മറ്റൊരു സ്പിരിറ്റ് ഇല്ല. When we say Holy Spirit, it is proving his deity. അവന്റെ ദൈവത്വമാണ് അത് സ്ഥാപിക്കുന്നത്. ചില ധരിച്ചിരിക്കുന്ന ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവാണെന്ന്. No, God is spirit. In him there is no other spirit. നമുക്കൊരാത്മാവുണ്ട്, അതിൽ വേറൊരാത്മാവില്ല. It is irrational and illogical. ദൈവം ആത്മാവാകുന്നു. അപ്പൊ അവനെ നിന്ദിക്കരുത്, നാം അവനെ ഇൻസൾട്ട് ചെയ്യരുത്. ദൈവാത്മാവ് പറയാത്തത് ദൈവാത്മാവ് പറഞ്ഞു എന്ന് പറയരുത്. അത് നമ്മൾക്ക് ന്യായവിധിയിലേക്കും നമ്മെ നയിക്കും എന്ന് മറന്നു പോകരുത്. അടുത്ത കാര്യമാണ്, he can be blasphemed. അവനെതിരെ നമുക്ക് ദൂഷണം പറയാൻ കഴിയും.
മത്തായി 12:31. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല എന്ന്. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. തന്റെ പരസ്യ ശുശ്രൂഷ ഇങ്ങനെ പറഞ്ഞു, യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വന്നു, അവൻ എന്നെ അഭിഷേകം ചെയ്തു മശിഹൈക ശുശ്രൂഷ ചെയ്യേണ്ടതിന്. യഹോവയുടെ ആത്മാവ് ദൈവത്തിന്റെ ദാസനായ ക്രിസ്തുവിനെ, ദൈവപുത്രനായ ക്രിസ്തുവിനെ, അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുക്കേണ്ട മനുഷ്യപുത്രനായവനെ അഭിഷേകം ചെയ്തു, അധികാരപ്പെടുത്തി. അധികാരത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് കർത്താവ് ശുശ്രൂഷ ചെയ്തു. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കടലിനെ ശാന്തമാക്കി, കാറ്റിനെ അടക്കി, അത്ഭുതങ്ങൾ ചെയ്തു. അപ്പോൾ അവിടുത്തെ പ്രമാണിമാർ പറഞ്ഞു, ഇവൻ പിശാചിനെ കൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യിക്കുന്നത്. The work of God is attributed to demons. സാത്താൻ ചാർത്തി വ്യാജമായ അത്ഭുതങ്ങൾ സാത്താൻ ചെയ്യും, അവന്റെ അനുയായികളും ചെയ്യും, സത്യമാണ്. But not in that great extent that will happen during the tribulation. മഹോദ്രവ കാലത്തിൽ നടക്കുന്ന അത്രയും അളവിൽ ഈ കാലയളവിൽ നടക്കുവാൻ ദൈവം അനുവദിക്കുന്നത്. That's true. എന്നാൽ അന്ന് ഒരുപാട് വ്യാജമായ അടയാളങ്ങൾ അവന് പ്രവർത്തിക്കാൻ പരിമിതികളുണ്ട്. അപ്പോൾ അവന്റെ പ്രവൃത്തികളല്ല അറുപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാനുമാണ്. വേഷം കെട്ടലുണ്ടെങ്കിൽ പോലും ഇന്റൻഷൻ എന്ന് പറയുന്നത്, the ultimate aim of Satan is entangle the believers or the people, keep them under his fold. അവന്റെ കീഴിൽ അമർന്നിരിക്കത്തക്കവണ്ണം, അവന്റെ കീഴിൽ ആയിരിക്കത്തക്കവണ്ണം അവരെ ചതിക്കേണ്ടതിന് അവൻ പ്രവർത്തിക്കും, സ്വാഭാവികം. അതിനപ്പുറത്തേക്ക് അവന് സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയില്ല. ആ പ്രവൃത്തികളാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തികളാണ് ഈ വിദ്വാൻമാർ പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ഇപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങളോട് ക്ഷമിക്കയില്ല, കാരണം നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ പിശാചിന്റെ പ്രവൃത്തികളായി മനസ്സിലാക്കുന്നു. ഇപ്പൊ നമ്മൾ വ്യാജമായ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കണം. അത് തിരിച്ചറിയുന്നത് ഫലം കൊണ്ട് മാത്രമല്ല, അതിലേക്ക് ഇന്റൻഷൻ ഉണ്ടല്ലോ, ഡ്രൈവ് ചെയ്യുന്നത്, അത് നാം ഗ്രഹിച്ചിരിക്കണം. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെതിരെയുള്ള ദൂഷണം, നമുക്ക് ദൂഷണം പറയുവാൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവവചന പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഒരു വസ്തുവിനെ പരിശോധിച്ച് തിരിച്ചറിയുക. ഡിസേൺമെന്റ് എന്ന് പറയുന്നത്, വിവേചനം എന്ന് പറയുന്നത് ലളിതമായ ഈസിയായ ഒരു കാര്യമല്ല. ദൈവിക പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യത്തെ വിവേചിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകും. നമുക്ക് വിവേചിച്ചറിയുവാൻ കഴിയണം, അതിന് അധികാരമുണ്ടാകും, അതിന് ദൈവിക പരിജ്ഞാനം ഉണ്ടാകും. യേശുക്രിസ്തുവിന് ദൈവത്തിന്റെ മക്കളാണ്, അബ്രഹാമിന്റെ മക്കളാണെന്ന് അവകാശപ്പെട്ട പരീശന്മാർ പിശാചിന്റെ മക്കളാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. എങ്ങനെ തിരിച്ചറിഞ്ഞേ? Their intention, their talk, their lifestyle, അങ്ങാടിയിൽ വന്ദനം, മുഖ്യാസനം, അധികാര ദുർവിനിയോഗം, ഇതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ദാസനെ പോലെ ആയിരിക്കേണ്ട അധ്യക്ഷന്മാർ,
ജനത്തെ സേവിക്കേണ്ടവർ ജനങ്ങളാൽ സേവിക്കപ്പെടുവാൻ ആഗ്രഹിച്ച്, കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് സംസാരിച്ച പറയാം, ഭാഷടക്കം ഇത്ര വരും, നമ്മൾ അടുത്തോട്ട് ചെന്നെങ്കിലേ കൈ വരത്തുള്ളൂ എന്ന് കൈ കൊടുക്കാൻ. മെത്രാൻ പരിവേഷം എടുത്ത് സഭയുടെ അൾത്താരയിൽ നിൽക്കുകയാണ്. അധികാര ദുർവിനിയോഗം. ഇതൊക്കെയാണ് സ്വാഭാവികമായ കാര്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറയരുത്. അടുത്താണ്, അവനെ അനുസരിപ്പാൻ കഴിയും. He can be obeyed. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ 19 മുതൽ 21 ദർശനത്തെ കുറിച്ച് ചിന്തിച്ചു കൊള്ളുമ്പോൾ ആത്മാവ് അവനോട് 3 പുരുഷന്മാർ നീ അന്വേഷിക്കുന്നു, എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ എന്ന് പറഞ്ഞ് പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. അവനെ അനുസരിക്കാൻ കഴിയും. ദൈവത്തിന്റെ ആജ്ഞ ലഭിച്ചു. വ്യക്തി എന്ന നിലയിൽ ദൈവത്തിന്റെ ദാസനായ പത്രോസിന് ആജ്ഞ കൊടുത്തു. ആജ്ഞ അവൻ അനുസരിച്ചു. നമുക്കവനെ അനുസരിപ്പാൻ കഴിയും. അനുസരിക്കുവാനാണ് ദൈവം നമുക്ക് തന്റെ വചനം നൽകിയിരിക്കുന്നത്. കേവലം വായിക്കുവാനല്ല. വായിക്കണം, എത്ര പ്രാവശ്യം വായിച്ചു എന്ന് പറയുവാനല്ല. വായിച്ചു പഠിക്കണം, അതിലെ ആലോചനകൾ ഹൃദയസ്ഥമാക്കണം, വിഷയബന്ധത്തിൽ ഹൃദയത്തിൽ കരുതിയിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവവചനം അനുസരിച്ച് ജീവിപ്പാൻ കഴിയൂ, ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് ജീവിപ്പാൻ കഴിയൂ. ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. മുഖസ്തുതിയും ചതിയും വഞ്ചനയുമായി കടന്നു വരുന്നവരുടെ മുമ്പിൽ തെറ്റിപ്പോകും. അതുകൊണ്ട് ദൈവവചനം പഠിക്കുക. ഇനിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്നത് ആ വ്യക്തിയെയും അവന്റെ ശക്തിയെയും ദൈവത്തിന്റെ വചനം വേർതിരിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. The portion of the Holy Spirit is distinguished from his own power. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. Holy Spirit gives power. ദൈവാത്മാവാണ് നമുക്ക് ശക്തി നൽകുന്നത്. പവർ ഹോളി സ്പിരിറ്റ് എന്നല്ല. Holy Spirit gives power. ദൈവം കൃപ നൽകുന്നു. ദൈവത്തിൽ നിന്നാണ് കൃപ ലഭിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഹോളി സ്പിരിറ്റ് ഗിവ്സ് പവർ. അപ്പോസ്തല പ്രവൃത്തി 1:8. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും അവന്റെ ശക്തിയെയും നാം വേർതിരിച്ച് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനാണ് ശക്തി ഉള്ളത്. ശക്തി പരിശുദ്ധാത്മാവല്ല. ദൈവം സ്നേഹമാകുന്നു, ദൈവം വിശ്വസ്തനാകുന്നു. എന്നാൽ സ്നേഹം ദൈവമല്ല, അത് ഹ്യൂമനിസ്റ്റിക് ഫിലോസഫിയാണ്. ദൈവത്തിന്റെ ഒരു ആട്രിബ്യൂട്ട്സ് ആണ് സ്നേഹം, വിശ്വസ്തത, ശക്തി. അതുപോലെയാണ് ഇവിടെ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവരിൽ വരുമ്പോൾ അവർ എന്ത് ചെയ്യും? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർക്ക് ലഭിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് പൊതുവെ പെന്തക്കോസ്ത് സഭകളിൽ സഭായോഗത്തിൽ അന്യഭാഷ പറയാൻ പറഞ്ഞില്ലെങ്കിൽ ആത്മീയനല്ല. ആരാധിക്കുന്നതും ആത്മാവിലെ ആരാധനയും അന്യഭാഷ പറയുന്നതാണോ എന്നാണ് പൊതുവെയുള്ള ധാരണകൾ തിരുത്തണം. അല്ലെങ്കിൽ ആരാധിച്ചു എന്ന് നാം പറയുന്നത് ദൈവസന്നദ്ധിയിൽ ആരാധനയാകില്ല. ദൈവവചന പ്രകാരം ആരാധന എന്താണെന്നും
പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നത് എന്തിനാണെന്നും പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ രൂപാന്തരം വരുമെന്നും അവൻ ഒക്കെ നാം അറിഞ്ഞിരിക്കണം. തുടർന്നുള്ള പഠനത്തിൽ ഒരുപാട് വസ്തുതകൾ നാം പഠിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ആ വിഷയം വിശദമാക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം സാക്ഷിയാകണം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോടാണ് പറയുന്നത്. അവന്റെ ശേഷം സുവിശേഷം പ്രസംഗിക്കാനും അവനോട് കൂടെ ഇരിക്കേണ്ടതിനുമാണ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. They have to preach the gospel. എല്ലാ ദൈവജനങ്ങളും അതുകൊണ്ട് സുവിശേഷകന്മാരാണെന്ന് ധരിക്കരുത്. സുവിശേഷകൻ എന്നൊരു പദവിയാണ്. ദൈവം ആ പദവിക്ക് വേണ്ടി ഒരുവനെ വിളിച്ചു വേർതിരിക്കുന്നില്ലെങ്കിൽ അവൻ സുവിശേഷകനല്ല. സുവിശേഷം അറിയിക്കാം. സുവിശേഷം അറിയിക്കുന്നവരെല്ലാം സുവിശേഷകന്മാരല്ല. സഭയിലെ ഒരു മീറ്റിംഗ് ലീഡ് ചെയ്യുന്നവരെല്ലാം സഭയുടെ അധ്യക്ഷന്മാരല്ലാത്തതുപോലെ. അതൊരു പദവിയാണ്, അതൊരു ഓഫീസാണ്. അതിനായി വേർതിരിക്കണം സഭ. സ്വയം അവകാശപ്പെടുന്നവർ. കുറച്ചു നാളിന് മുമ്പ് ഞാൻ പാർക്കുന്ന രാജ്യത്ത് മറ്റൊരു പട്ടണത്തിൽ ഒരു സഹോദരൻ അപ്പോസ്തോലൻ എന്ന് അവകാശപ്പെട്ടു. 4-5 വർഷം അപ്പോസ്തലത്വം തന്റെ പേരിന് കൂടെ ചേർത്തു. ഇപ്പോൾ എവിടെയാണ് എന്നറിയില്ല. സ്വയം എടുത്തൊരു പദവി കുറച്ചു കഴിഞ്ഞപ്പോ സ്വയം താത്തു. അപ്പം അപ്പോസ്തലർ 10:38 നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും. അപ്പൊ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് ശക്തീകരിച്ചു. യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടായിട്ട് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് അവൻ ശുശ്രൂഷകൾ ചെയ്തത്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ദൈവികമായ അവന് ദൈവത്തിന്റെ അസ്തിത്വത്തിൽ തന്നിലുള്ള ദൈവിക വിവേചനാധികാരങ്ങൾ അവൻ വളരെ വിരളമായിട്ട് ഉപയോഗിച്ചു. ബാക്കി എല്ലാം ദൈവത്തിന്റെ ദാസനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് ശുശ്രൂഷിച്ചു. പാപത്തെ ക്ഷമിച്ചു കൊടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു തന്റെ ദൈവിക വിവേചന അധികാരം ഉപയോഗിച്ചു. He used divine prerogative authority, divine prerogatives to forgive sin. Except most of the other occasions, he ministered by the power of the Holy Spirit. ആ ശക്തി പുതിയ നിയമത്തിലെ ദൈവമക്കൾക്കും ലഭ്യമാണ്. Every believer in Christ is empowered by the power of the Holy Spirit. നാം തിരിച്ചറിഞ്ഞിരിക്കണം. Every believer is anointed. അഭിഷക്തന്മാരാണ്. തുടർന്ന് വരുന്ന ഭാഗത്ത് അഭിഷേകത്തെ കുറിച്ച് പറയുന്നുള്ളത് കൊണ്ട് വിവരിക്കുന്നില്ല. യേശുക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾ എന്നോട് ചോദിക്കും, എന്തുകൊണ്ടാ പിന്നെ അത്ഭുതങ്ങളൊന്നും ചെയ്യാത്തത്? മിനിസ്ട്രി അത്ഭുതങ്ങൾ എന്റെ ഇഷ്ടം അല്ല. നോട്ട് മൈ will, God's will. അത്ഭുതം ചെയ്താൽ എല്ലാവരും വിശ്വസിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കർത്താവ് യേശുക്രിസ്തു പല പട്ടണങ്ങളിൽ അനേക അത്ഭുതങ്ങൾ ചെയ്തു. അവർ അവനിൽ വിശ്വസിച്ചില്ല. ആ പട്ടണങ്ങളെ നോക്കി നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് കർത്താവ് പറഞ്ഞു. ചിലർ ധരിക്കുന്ന ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്താൽ അനേകരെ രക്ഷിക്കപ്പെടും എന്ന്. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവർ ചോദിക്കുന്ന ആകാശത്ത് അത്ഭുതം വേണമെന്നാണ്, ഒരു അടയാളം കാണിക്കാൻ. See, evil intention of man
drive him away from God. ദൈവത്തിൽ നിന്ന് ദുഷ്ടത ചരതിച്ചു വെച്ച ദുഷ്ടത ജീവിക്കുന്നവൻ ദൈവവചനത്തിന് ചെവി കൊടുക്കാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിന്നും അന്നും ഒക്കെയും. അപ്പോൾ അത്ഭുതങ്ങൾ നടന്നാൽ രക്ഷിക്കപ്പെടുമെന്ന ധാരണ അങ്ങ് മാറ്റുക. ദൈവം തന്റെ വചനം ശുശ്രൂഷിക്കാൻ അയക്കുന്നവരെ, സുവിശേഷം വഹിച്ചുകൊണ്ട് പോകുന്നവരിലൂടെ ഇവൻ എന്റെ ദാസനാണെന്ന് ലോകത്തിന് ബോധ്യം വരുത്തേണ്ടതിന് ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്റെ വചനത്തെ ഉറപ്പിക്കും. ദാറ്റ് ഈസ് ട്രൂ. ബട്ട് ദ പ്രോബ്ലം ഈസ് മെനി ടൈം ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്ത് ധാരാളം നടക്കും. മലയാള മനോരമ പത്രം കേരളത്തിൽ പരിശോധിച്ചാൽ ഉപകാര സ്മരണയ്ക്ക് എത്ര പേജുകൾ വേർതിരിക്കുന്ന ആളുകൾ, പൈസ കൊടുത്ത് അവർക്ക് നടന്ന അത്ഭുതങ്ങൾ. ഓരോ മതങ്ങളുടെയും വിശുദ്ധന്മാർ എന്ന് പറയുന്നവരുടെ പേരുകൾ ഒക്കെ വെച്ചുകൊണ്ടാണ് അതിനകത്ത് വച്ചിരിക്കുന്നത്. ഇത് നടക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം, സത്യസുവിശേഷം. അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തി. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് അവർക്ക് ശക്തി ലഭിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിപ്പാൻ. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവനിൽ ആവശ്യിക്കുന്നു. ആ ശക്തി കൊണ്ടാണ് ദൈവിക ശുശ്രൂഷ അവൻ ചെയ്തത്. ദൈവാത്മാവ് വസിക്കുന്നവരുടെ ശുശ്രൂഷകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്ചര്യം കൂറുമാറ് പ്രവൃത്തികൾ ഉണ്ടാകുമെന്ന് ധരിക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ ഒരു പ്രവാചകനെ ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന്റെ പേര് ഇരമ്യാവെന്നാണ്. A prophet who ministered to God. അന്നുണ്ടായിരുന്ന ലോകത്തിലെ ജനങ്ങൾക്ക് വിധിക്കപ്പെട്ട പലതും ദൈവം അവനോട് പറഞ്ഞു വിലക്കി. കല്യാണ വീട്ടിൽ പോകരുത്, വിരുന്ന് വീട്ടിൽ പോകരുത്, വിവാഹം കഴിക്കരുത്. ആ ദൈവദാസൻ പ്രസംഗിച്ചു ദിനരാത്രങ്ങൾ. He enacted the message of God before their eyes. പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും he bore എന്താ പറയുന്നത്, yoke to his neck. കഴുത്തിൽ യാക്ക് ധരിച്ചുകൊണ്ട്, നുകം ധരിച്ചുകൊണ്ട് നടന്നു. He enacted. He became ridiculed. അവൻ അവരുടെ അധിക്ഷേപത്തിന് ഇരയായി, ഉപദ്രവിക്കപ്പെട്ടു. അനേക ആളുകൾ രക്ഷിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ശുശ്രൂഷയുടെ ദൈവികത അഥവാ നിയോഗം എന്ന് പറയുന്നത് ആളുകൾ രക്ഷിക്കപ്പെടുന്നതോ അത്ഭുതങ്ങൾ നടക്കുന്നതോ അല്ല. അത് വേണ്ട എന്നല്ല പറഞ്ഞത്. ദൈവം അങ്ങനെ അനുവദിക്കുന്നെങ്കിൽ വിശ്വസ്തയോട് അത് ചെയ്യുക. കച്ചവട ചരക്കാക്കരുത് അതിനെ. Never ever use the gift that God has given you to make money, to abuse people. ജനത്തെ വഞ്ചിപ്പാനും കച്ചവട ചരക്കാക്കരുത്. വിത്ത് ഗ്രേറ്റ് ഫിയർ, വളരെ ഭയത്തോട് അത് കൈകാര്യം ചെയ്യണം. That's what the man Jeremiah. ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ സ്നാപകൻ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ അവനേക്കാൾ വലിയവനാരുമില്ലെന്ന് കർത്താവ് തന്നെ സാക്ഷ്യം പറഞ്ഞു. അവൻ കാട്ടുതേനും വെട്ടുക്കിളിയും കഴിച്ച് മരുഭൂമിയിൽ പാർത്തു. അവരവനെ സ്വീകരിച്ചില്ല.
കർത്താവ് തിന്നും കുടിച്ചും വന്നു, അവരവനെ സ്വീകരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വഞ്ചിക്കപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവർക്ക് ദൈവശക്തി ഉണ്ട്. ആ ശക്തി അവരുടെ ജീവിതത്തിൽ നിന്ന് ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. കർത്താവിന്റെ സാക്ഷിയാകേണ്ടതിനാണ് നൽകിയിരിക്കുന്നത്. പിശാചിന്റെ പോരാട്ടത്തിൽ തകർന്നു പോകാതിരിക്കേണ്ടതിനാണ് നൽകിയിരിക്കുന്നത്. ധൈര്യത്തോടെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതിനാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ധൈര്യം ഉള്ളവർക്ക് പ്രതിഫലവും ഉണ്ടെന്ന്, നിങ്ങളുടെ ധൈര്യത്തിന്. അതുകൊണ്ടാണ് ഈ കവേർഡ്സ്, അറക്കപ്പെട്ടവർ എന്ന് പറയത്തില്ലേ, കവേർഡ്സ്, അവർക്ക് പിശാചിനോട് ഓഹരി ലഭിക്കുന്നത്. ധൈര്യം അത് ദൈവത്തിന്റെ ആത്മാവിൽ ലഭിക്കുന്നതാണ്. എന്താ പറയുന്ന സാക്രിഫിഷ്യൽ ലവ്, അത് ദൈവത്തിന്റെ ആത്മാവിൽ ലഭിക്കുന്നതാണ്. നിർവ്യാജ സ്നേഹം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുക. Therefore, you and I are, if we claim we are God's people, we have the witness of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം നമുക്കുണ്ടെങ്കിൽ, the Spirit of God, ദൈവത്തിന്റെ ആത്മാവ്, ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്. അത് സ്നേഹിപ്പാൻ നമുക്ക് കഴിയും. ദൈവജനമേ, അടുത്ത കാര്യം പറയുന്നത്, അവന്റെ bound in hope through the power of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിരിക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 15:13 എന്ന് യെശയ്യാവ് പറയുന്നു. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനങ്ങളും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇത് ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടാണ്. ദൈവമാണ് നമ്മളിൽ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിരിക്കും. റിച്ച് ഹോപ്പ്, പ്രത്യാശയിൽ സമ്പന്നന്മാരായി, ദരിദ്രന്മാരല്ല. ഇപ്പൊ നമ്മൾ ഒരാളോട് ചോദിക്കുക, ഒരത്തോട് ചോദിക്കുക, എങ്ങനെയുണ്ട് സഹോദര? ഓ, എന്താ പറയാനാ? വീക്ക് റെസ്പോൺസ്. അദ്ദേഹത്തിനൊരു പ്രത്യാശ സമൃദ്ധിയുള്ളതായി തോന്നുന്നില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ ദാസനെ അബ്രഹാമിനെയും സാറയെയും കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ട് പറയാം, അവർ വിട്ടുവന്നതിനെ കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ അവർക്ക് മടങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ടായിരുന്നു. മനസ്സിലായോ? അവർ പാർത്തിരുന്ന മെസൊപ്പൊത്താമിയ കനാന്യ ദേശത്തെക്കായാലും ആ കാലഘട്ടത്തിൽ ശ്രേഷ്ഠമായിരുന്നു. മെസൊപ്പൊത്താമിയ ഏൻഷ്യന്റ് സിവിലൈസേഷൻ ഉള്ളയാണ്. One of the ancient civilization. A civilized society flourished in Mesopotamia. അവിടെ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പാപനിബിഡമായ കനാനിലേക്ക് യാത്ര ചെയ്തത് അബ്രഹാം. ദൈവം വിളിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിന്റെ പ്രവാചകനായി ദൈവത്തിന് വേണ്ടി ജീവിക്കണം. സ്ട്രഗിളിംഗ്. വിശ്വാസത്തിൽ എത്ര പ്രത്യാശയും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, എന്ത് ചെയ്തേനെ? മടങ്ങിപ്പോയേനെ. അപ്പൊ പറഞ്ഞു, ഓക്കെ, ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു പരദേശികളായി പാർത്തപ്പോൾ അപ്പുറത്തൊരു ദേശം, സ്വന്തം ദേശം കനാനല്ല, അതിനപ്പുറത്തൊരു സ്വന്തം ദേശമുണ്ട് എന്നുള്ള ബോധ്യം. That was a rich hope. ആ വിശ്വാസത്തിൽ, ആ പ്രത്യാശയിൽ സമ്പന്നനായിരുന്നു. How strong is your hope in the Lord? ക്രിസ്തു യേശുവിലുള്ള നിങ്ങളുടെ പ്രത്യാശ എത്ര ശക്തമാണ്? Do you live like a man without any hope? ഉപദേശിമാരൊക്കെ ചർച്ചിലൊക്കെ വന്ന് ചോദിച്ചു, സന്തോഷമുള്ളവർ എത്ര പേരുണ്ടെന്നൊക്കെ ചോദിക്കാം. കുറെ പേരെ കൈപോകും. എന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സന്തോഷമില്ലാത്ത ഒത്തിരി പേരുണ്ട് നമ്മുടെ ഇടയിൽ. The reason is
The relation with God is uncultivated. ദൈവത്തോടുള്ള ബന്ധം ട്രാൻസ്പെറന്റ് അല്ല, റിയൽ അല്ല, ഇന്റിമേറ്റ് അല്ല. അതൊക്കെയാണ് അതിന്റെ ഒരു പ്രധാന കാര്യം. സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനിയും ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന് വ്യക്തിയുടേതാണ് എന്ന് മനസ്സിലാക്കേണ്ടതിന് ദൈവത്തിന്റെ ദാസനായ പൗലോസിന്റെ പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമുണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 2:4. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. His words were not empty philosophical words. Stoics, യവന തത്വശാസ്ത്രജ്ഞന്മാരുടെ, തത്വജ്ഞാനികളുടെ കഥയില്ലാത്ത, ഫലമില്ലാത്ത സാങ്കല്പിക ചിന്തകളായിരുന്നില്ല, ഇമാജിനേറ്റീവ് തോട്ട്സ് ആയിരുന്നില്ല. പൗലോസിന് കൃപയാൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ലഭിച്ചതുകൊണ്ട് ഷെയിംഫുൾ തിങ്ങിനെ ഡിനൗൺസ് ചെയ്തിട്ടാണ് സുവിശേഷ പ്രസംഗിച്ചത്. He denounced shameful things. He preached with the power of the Holy Spirit. The word he spoke. ഒരിക്കൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം തിയോഫിസിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നു അദ്ദേഹം ഇലുമിനറ്റിയിലുള്ള ആളായിരുന്നു എന്ന്. എന്തായാലും ദൈവ പൈതലായിരുന്നു. അപ്പോൾ അക്കാലത്ത് പ്രസംഗിക്കുന്ന ഒരു വലിയ പ്രാസംഗികൻ അമേരിക്കയിലുണ്ട്. ഇദ്ദേഹം, ഈ അമേരിക്കൻ പ്രസിഡന്റ് പ്രസംഗകന്റെ, ആ പ്രാസംഗികന്റെ പ്രസംഗം കേൾക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ദൈവവിലായതുകൊണ്ടല്ല അദ്ദേഹം പറയുന്നത്, പ്രസംഗകൻ താൻ പ്രസംഗിക്കുന്ന കാര്യം വിശ്വസിക്കുന്നു എന്ന് അവന്റെ ജീവിതത്തിൽ അതിന്റെ ശക്തിയോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. He preached with a passion, with commitment, with enthusiasm, with a faith that speaks the power of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വിളിച്ചറിയിക്കുന്ന നിശ്ചയത്തോടുകൂടെയുള്ള ദൈവിക ആലോചന. അവിടെ വശീകരണത്തിന്റെ വാക്കുകൾ ആവശ്യമില്ല, അത് ദൈവാത്മാവിന്റെ പ്രദർശനമാണ്. When he demonstrated the power of God. ഭൂതങ്ങളോട് വിട്ടുമാറാൻ കൽപ്പിച്ചപ്പോൾ വിട്ടുമാറി. It is the power of the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ദൈവത്തിന്റെ മക്കൾക്കുണ്ട്, നിങ്ങൾക്കും എനിക്കുമുണ്ട്. ആ ശക്തി നമ്മളിൽ വസിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ മരിച്ചവടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ വസിക്കുന്നു, എന്നിൽ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണ്. സ്നാനപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ദൈവത്തിലാണ് ധരിച്ചു കളയും. ആ ദൈവം നിങ്ങളെ വഴി നടത്തുമാറാകട്ടെ. അടുത്ത ആഴ്ച വീണ്ടും ഒരു ദിവസം തുടർന്നുള്ള ഭാഗത്തിന്റെ ഒരു ഭാഗം ചിന്തിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് തെളിയിക്കുവാനുള്ള 8ാമത്തെ കാരണം അടുത്ത ആഴ്ച സംസാരിക്കാം. He relates as a person to other persons. മറ്റു വ്യക്തികളോട് ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. അതടുത്ത ക്ലാസ്സിൽ, അടുത്ത ഭാഗത്ത് ശ്രമിക്കാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ വർഷം
ദൈവ ഇഷ്ടം മനസ്സിലാക്കി ദൈവഹിത പ്രകാരം ജീവിപ്പാൻ ദൈവാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ വചനം പഠിച്ചു, ദൈവവിഷയത്തിൽ സമ്പന്നരായി സമാധാനത്തോട് സന്തോഷത്തോടെ ദുർഘടങ്ങളെ അതിജീവിപ്പാനുള്ള ദൈവശക്തിയോട് മുൻപോട്ട് പോവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ നിർത്തുന്നു. കർത്താവ് വരാറായി, ഒരുങ്ങിക്കൊള്ളുക. ആമേൻ.